ആദിവാസി ഗോത്രകലയുടെ തനിമ നൃത്തച്ചൂടുമായി ഇരുള നൃത്തം കലോത്സവത്തിലെ കന്നി മത്സരങ്ങളിൽ അരങ്ങു തകർത്തു. മാനാഞ്ചിറ BEMS ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങേറിയ ഹൈസ്കൂൾ വിഭാഗം ഇരുള നൃത്തം മത്സരങ്ങളാണ് വേദിയെ ഇളക്കിമറിച്ചത്. അന്യം നിന്നു പോകുന്ന ഗോത്രകലകൾ സർക്കാർ ഇക്കുറി കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതോടെ കലോത്സവ വേദികളിൽ ആവേശ തരംഗങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പെറെ, ദവില, ജാൽഗ, കൊകല് എന്നീ വാദ്യോപകരണങ്ങളുടെ താളശബ്ദ മധുരിമയിൽ ഇരുള നൃത്തം അവതരിപ്പിച്ചപ്പോൾ ആസ്വാദക മനസ്സുകളിൽ താളം പിടിച്ചാണ് ആസ്വാദകർ വേദിയെ വരവേറ്റത്. കരിമ്പനയുടെ നാടായ പാലക്കാട് അട്ടപ്പാടിയിലെ ഇരുള സമുദായത്തിന്റെ പാരമ്പര്യ കലാരൂപമാണിത്. വിവാഹ ആഘോഷങ്ങളിലും കൃഷി, ജനനം, മരണം, ചരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലുമൊക്കെയാണ് ഇരുള ഗോത്രം ഇരുള നൃത്തം അവതരിപ്പിക്കുന്ന പതിവ്. വാദ്യ ഉപകരണങ്ങളുടെ അകമ്പടിയോടെ സംഗീതസാന്ദ്രമാക്കിയ ചുവടുകൾ കാണാൻ രാവിലെ തന്നെ കലാ ആസ്വാദകർ ഒഴുകിയെത്തിയിരുന്നു. മത്സരങ്ങൾ 2 മണിക്കൂർ വൈകിയാണ് ആരംഭിച്ചതെങ്കിലും ഇരുള നൃത്തത്തിന്റെ താളാത്മകമായി വിവിധ രീതിയിലുള്ള സുന്ദര പ്രകടനങ്ങൾ വേദി സന്തോഷഭരിതമാക്കി. ഇരുള ഗോത്രകലയിൽ വിദഗ്ധനായ മുരുകൻ അട്ടപ്പാടി കോഴിക്കോട് ജില്ലയിലും മറ്റു ജില്ലകളിലും പരിശീലനം നൽകി വരുന്നു. സാധാരണ ഇരുള നൃത്തം വൈകിട്ട് ആരംഭിച്ച് പുലരും വരെയാണ് ചടങ്ങ് നടക്കുന്നതെന്ന് എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങൾ ഇരുള നൃത്തം ഇപ്പോൾ എല്ലാ സ്കൂൾ കലോത്സവത്തിലും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തനതായ കലയാണ് ഇരുള നൃത്തം. ഇത് ഞങ്ങളുടെ ഭാഷയിൽ ഇരുള ഭാഷയിലാണ് ഇതും പഠിപ്പിച്ചു കൊടുക്കുന്നത്. വാമൊഴിയാണ്, ഇതിന് മൊഴിയില്ല, വാമൊഴി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ കൊകൽ, പെറെ, തവിൽ, ജാൽറ എന്നീ 4 വാദ്യ ഉപകരണങ്ങളാണ് ഞങ്ങൾ ഈ പാട്ടിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു സാധനങ്ങൾ. അത് നമ്മുടെ തനതായ ഭാഷയിലാണ് പാട്ടും നൃത്തവും ചുവടുകളും. ഈ പാട്ട് ഏതെല്ലാം അതിന് ഉൾക്കൊള്ളുന്ന ആ പാട്ട് എന്തിലായിരുന്നു? എന്തെങ്കിലും ആചാരപരമായിട്ടാണോ അതല്ല ആഘോഷങ്ങളോ? അത് നമ്മൾ പാട്ടും നൃത്തവും എന്ന് വെച്ചാൽ നമ്മൾ മരണവേളകളിലും അടിയന്തര വേളകളിലും ഉത്സവ വേളകളിലും കൊയ്ത്ത് വേളകളിലും ഒരേപോലെ കളിച്ചു വരുന്ന ഒരു കളിയാണ് നമ്മുടെ. അത് പാരമ്പര്യമായിട്ട് വരുന്നതാണ്. ഇവിടെ മത്സരിക്കുന്ന കുട്ടികളെ ഏതാണ് വിഷയം കൊടുക്കുന്നത്? ഇതിൽ കൃഷിയാണോ അതല്ല ആഘോഷവേളകളിൽ ചെയ്യുന്ന പോലെയാണ്. മരണവേളകളിൽ ചെയ്യുന്നത് വേറെ. ഇപ്പോൾ ഇതിൽ നമ്മൾ മത്സരിക്കുമ്പോൾ നമ്മൾ സന്തോഷമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഘോഷവേളകളിൽ കളിക്കുന്ന കളി ആണ് നമ്മളിപ്പോൾ എല്ലാം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അന്യം നിന്നു പോകുന്ന ഈ ഗോത്രകല കലോത്സവ വേദിയിൽ 15 മീറ്റാക്കി ഉൾപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ്, കോഴിക്കോട്.